ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് ലവിനെ കുറിച്ചാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുക, അതായത് നമ്മൾ തന്നെ സ്നേഹിക്കുന്നതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ മുമ്പൊന്നും നമുക്കിത് അറിയില്ലായിരുന്നു, നമ്മളെ സ്നേഹിക്കണം എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾക്കും നമ്മെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് അനുഭവത്തിലുള്ളത് തന്നെയാണ്. നമുക്ക് സന്തോഷമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നമ്മളോട് ഇഷ്ടപ്പെടണം തോന്നും, ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മെ സ്നേഹിക്കാനുള്ള സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10 ദിവസത്തെ ചലഞ്ചാണ് ഈ വീഡിയോയിൽ തരുന്നത്. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പറ്റി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. നമ്മെപ്പറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 10 കാര്യങ്ങൾ. അതായത് ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, ഞാൻ നന്നായി വായനാശീലമുള്ള ആളാണ്, എനിക്ക് നല്ല ശക്തിയുണ്ട്. അങ്ങനെ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉള്ളത് എങ്കിൽ ആ 10 കാര്യങ്ങൾ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അപഗ്രഥിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഇഷ്ടപ്പെട്ട 10 കാര്യങ്ങൾ എഴുതുക. പെട്ടെന്നൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം നമ്മളിതുവരെ നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല, നമ്മളുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. മറ്റുള്ളവരുടെ ഗുണവും ദോഷമൊക്കെ നമുക്ക് നോക്കാൻ വളരെ എളുപ്പമാണ്, അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഗുണങ്ങൾ നോക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ 10 നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന 10 കാര്യങ്ങൾ ആണ് ഒന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ടത് ശരീരത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. നമുക്ക് നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്, ആരോഗ്യമുള്ള ശരീരം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, ചെവി കേൾക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഓരോ അവയവത്തിനോട് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ ഓരോ ഭാഗത്തിനും നന്ദി പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം എങ്ങനെ നമ്മെ സഹായിക്കുന്നു എന്നതും കൂടി പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരാളോട് ഒരു നന്ദി പറയുന്നു, എന്തെങ്കിലും അയാളെ സഹായിച്ചാൽ, നിങ്ങളത് ചെയ്തത് കൊണ്ട് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു, താങ്ക്സ് എന്ന് പറയുന്നതും വെറുതെ ഒരു താങ്ക്സ് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിനോട് താങ്ക്സ് പറയുമ്പോൾ ഓരോ അവയവവും നമ്മെ സഹായിക്കുന്ന വിധം പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസത്തെ വർക്ക്. മൂന്നാമത്തെ ദിവസത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിമിതികളെ കാണുക. നമുക്കത് എളുപ്പം കഴിയുണ്ടാവും. നമ്മളുടെ പോരായ്മകൾ കാണുക. സാധാരണ നമ്മുടെ പോരായ്മകൾ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുക ചെയ്യുക. അതിന് പകരം നമ്മോട് ദയയോടെ പെരുമാറി നിങ്ങൾക്ക് എന്ത് പരിമിതിയാണോ ഉള്ളത് അത് നിങ്ങൾ എഴുതി വെച്ച് അതിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചത്, ആ പഠിച്ച പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വളർച്ചയാണ് ഉണ്ടായത് എന്ന് എഴുതുക. ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ പരിമിതി ഇതാണ്, ആ പരിമിതി കൊണ്ട് എനിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്, അതുകൊണ്ട് എനിക്കുണ്ടായ വളർച്ച എന്താണ് എന്നതൊക്കെ. അപ്പോൾ അത് ശരിക്കും ഉണ്ടാവും, നിങ്ങൾ ആലോചിച്ചാൽ. എനിക്കൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു, അടുക്കളയിലൊക്കെ വീട്ടിലൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മടി എന്നുള്ള എൻ്റെ ഒരു പരിമിതിയാണ്, അലസത എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വളർച്ച എന്താണെന്ന് വെച്ചാൽ അത് കാരണമാണ് ഞാൻ പഠിച്ചത്, പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വളർച്ച ഉണ്ടായി, അല്ലേ, നന്നായി പഠിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ എല്ലാ പരിമിതികളും നമുക്ക് ദോഷം ചെയ്യുന്നതല്ല എന്നുള്ള പാഠമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. അതുപോലെ നിങ്ങൾക്കുണ്ടാവും പരിമിതികൾ, അതെന്താന്ന് കണ്ടെത്തിയിട്ട് അതിൽ നിന്നുള്ള പാഠവും വളർച്ചയും ഒക്കെ എഴുതുക. രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇനി അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെ ഉന്മേഷത്തിലാക്കുന്ന ഏതെങ്കിലും 5 പാട്ടുകൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ വെക്കുക. യൂട്യൂബിൽ നിന്നോ മറ്റോടുന്നോ എടുത്തിട്ട് നിങ്ങളത് പ്ലേലിസ്റ്റിൽ വെച്ചിട്ട് ആ പാട്ടുകൾ കേൾക്കുക. നിങ്ങൾ സന്തോഷിക്കേണ്ട ഒരു ദിവസമായിട്ട് നമുക്ക് ആ ദിവസത്തെ എടുക്കാം.
ഇനി പാട്ട് ഇഷ്ടമല്ല, ചിലർക്ക് ഡാൻസ് ചെയ്യാനും ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് കളിച്ച് നിങ്ങൾ ആ ദിവസം ആസ്വദിക്കുക, ഒരു ദിവസം ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണ് ഹോബി ഇഷ്ടമെങ്കിൽ അതിനു വേണ്ടി മാത്രം നിങ്ങളുടെ താല്പര്യത്തിനുള്ള ഒരു ദിവസമായിട്ട് ആ ദിവസം കണക്കാക്കുക. അടുത്ത ദിവസം അലങ്കാര ദിവസം. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങിയൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ് എല്ലായിടത്തേക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുക, എന്നിട്ട് ഒരു സെൽഫി എടുക്കുക, എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് പോയിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരിച്ച് നിങ്ങളുടെ രൂപം, നിങ്ങളുടെ എനർജി എന്നിവയൊക്കെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ചിരിച്ച് നിങ്ങളെ തന്നെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം സെറ്റ് ബൗണ്ടറീസ്. അതായത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യാതെ ഇപ്പം എല്ലാവരും പുറത്തു പോകുന്നെന്ന് വിചാരിക്കും, അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യാണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മൂഡില്ല പുറത്തു പോകാൻ, പക്ഷെ ബാക്കിയുള്ളവർ പറയുമ്പോൾ എങ്ങനെ പോകാതിരിക്കും എന്ന് കരുതി നമ്മൾ പോകും അല്ലേ. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോ എന്ന് പറയണം. പിന്നെ അതേപോലെ തന്നെ പലരും പണം കടം വാങ്ങാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോ എന്ന് പറയാൻ മടിയാണ്, പിന്നെ വളരെയധികം ബുദ്ധിമുട്ടും, പിന്നെ തിരിച്ചു തന്നില്ലെങ്കിൽ അവരുമായുള്ള ബന്ധമൊക്കെ പ്രയാസത്തിലാവും. അതുകൊണ്ട് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം. ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ നോ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എന്താ പറയുക നിങ്ങളുടെ ചലഞ്ച്. ഇനി അത്യാവശ്യമുള്ള കാര്യത്തിന് വീട്ടുകാർ പറയുമ്പോൾ നോ പറയണം എന്നല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഒരാൾ വന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ നോ എന്ന് പറയുക. അങ്ങനെ നോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും ഊർജവും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, നിങ്ങളുടെ മനസ്സിൻ്റെ സംരക്ഷണത്തിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സമയവും ഊർജവും ഒക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക. എങ്ങനെ ഈ മനസ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളെ നിരീക്ഷിച്ചിട്ട് അതിൽ മോശം ചിന്തകളാണ് വരുന്നതെങ്കിൽ ആ ചിന്തയെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുത്ത് നമ്മുടെ മനസ്സിനെ മലിനമാക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചലഞ്ച്. ഓരോ ദിവസത്തേക്കുള്ള ചലഞ്ചാണ് പറയുന്നത്. ഈ മനസ്സിനെ മലിനമാക്കുന്നത് പലപ്പോഴും നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മോശം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആങ്ഷ്യസ് ആയിട്ടായിരിക്കും. അതൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ എന്താ പറയുക മലിനമാക്കാതെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ 6ാമത്തെ ദിവസം ചിലവഴിക്കും. 7ാമത്തെ ദിവസം ഒരു പ്രശംസ സ്വീകരിക്കുക. സാധാരണ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും താങ്ക് യു എന്നോ അല്ലെങ്കിൽ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ എന്താ പറയുക, അതിപ്പോൾ അത്ര നല്ല വലിയ കാര്യമൊന്നുമില്ല, അതിനിപ്പോൾ അത് പറയാനൊന്നുമില്ല എന്നൊക്കെ പറയും ഇല്ല. അങ്ങനെ ഒരിക്കലും പറയരുത്. നമുക്കൊരാൾ ഒരു പ്രശംസ തരുമ്പോൾ അത് സ്നേഹപൂർവ്വം സ്വീകരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഹൃദയത്തിൽ തന്നെ അത് സ്വീകരിക്കുക. എന്നിട്ട് അവരോട് നന്ദി പറയുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രശംസ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കുക തന്നെ വേണം. മറ്റൊരാൾ പറയുമ്പോൾ അത് സ്വീകരിച്ചിട്ട് ആ പ്രശംസ നമ്മളിലേക്ക് തന്നെ നമ്മൾ കൊടുക്കുക. 8ാമത്തെ ദിവസം സ്വന്തം ഇന്നർ ചൈൽഡിനെ കുറിച്ച് എഴുതുക. അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു സ്നേഹഭരിതമായ ഓർമ്മയെക്കുറിച്ച് എഴുതുക. നിങ്ങൾക്ക് വളരെയധികം സ്നേഹം കിട്ടിയ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ആ കുട്ടിക്കാലത്തുണ്ടായ ആ സ്നേഹം നിറഞ്ഞ ഓർമ്മ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് ആ കുട്ടിയോട് എന്താണ് പറയാനുള്ളത് എന്നും കൂടി എഴുതി നോക്കുക. കുട്ടിക്കാലത്ത് ഇന്ന സംഗതി സംഭവിച്ചു, വളരെയധികം സ്നേഹം കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത് നിങ്ങൾക്ക് എഴുതാം. ഇന്ന് ആ കുട്ടിയോട് നിങ്ങൾക്ക് എന്ത് പറയാം എന്ന് കൂടി അതിൻ്റെ കൂടെ എഴുതാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് കുട്ടിക്കാലത്തുണ്ടായ ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യമാണ് സ്കൂളിൽ ആനുവൽ എക്സാമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ എൻ്റെ ഉപ്പ എന്നെ തിരൂർ കൊണ്ടുപോയിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിത്തന്നു. അന്നൊക്കെ ഈ ഡ്രസ്സ് വാങ്ങുക എന്നുള്ളത് പെരുന്നാളിന് മാത്രം നടക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അന്ന് ഈ പെരുന്നാളല്ലാതെ തന്നെ ആ സമ്മാനം കിട്ടി എന്നതിൻ്റെ പേരിൽ ഒരു ഡ്രസ്സ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായൊരു സന്തോഷ അനുഭവം എഴുതുക.
9ാമത്തെ ദിവസം എന്ന് പറഞ്ഞത് ഡിജിറ്റൽ ഡീടോക്സ്. അത് നിങ്ങൾ ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ, അതുപോലെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമുക്കൊക്കെ അറിയാം അത് നമുക്ക് ദോഷം ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് കുറേ സമയം ഉപയോഗിക്കുന്ന ആൾക്കാർ, ഒരു 5-6 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ദിവസം, ഈ 9ാമത്തെ ദിവസം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി 1 മണിക്കൂർ നേരമെങ്കിലും ഈ ഡിജിറ്റൽ ഡിവൈസിൽ നിന്നും മാറി നിൽക്കുക. അതായത് 8 മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് 7 മണിക്കൂറാക്കി കുറയ്ക്കുക. 1 മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അരമണിക്കൂറാക്കി കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്, ഇന്ന് ഡിജിറ്റലായിട്ടുള്ള ടോക്സിനിൽ നിന്ന്, വിഷത്തിൽ നിന്ന് ഞാൻ 1 മണിക്കൂറെങ്കിലും എന്നെ സംരക്ഷിക്കും എന്ന് ഓർത്തിട്ട്, എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഡിജിറ്റൽ ഡീടോക്സ് ഇത് 1 മണിക്കൂർ മാത്രം മാറി നിൽക്കുക എന്ന് പറയുന്നത് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ്. അതല്ല, ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡീടോക്സ് ആചരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ മൊബൈലിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. 9ാമത്തെ ദിവസം അത് ചെയ്യാണ് വേണ്ടത്. അതായത് ഈ മൊബൈൽ മാത്രം പോരാ, TV-യിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതിന് പകരം നിങ്ങൾ ആ സമയം നിങ്ങൾക്ക് ജേർണൽ എഴുതാനോ നടക്കാൻ പോകാനോ എന്തിനൊക്കെ ഉപയോഗിക്കും. 10ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അഫർമേഷൻസ് പറയാം. ചുരുങ്ങിയത് ഒരു 10 അഫർമേഷനെങ്കിലും നിങ്ങളെക്കുറിച്ച്, അതായത് നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള അഫർമേഷൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ പറയുക എന്നുള്ളതാണ്. പറയുകയും ചെയ്യുക, എഴുതുകയും ചെയ്യുക. 10ാമത്തെ ദിവസത്തെ നിങ്ങളുടെ വർക്കാണത്, ചലഞ്ചാണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് അഫർമേഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലുള്ള അഫർമേഷൻ ഉണ്ടാക്കാം. അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ വളർത്തുന്ന ദൃഢപ്രതിജ്ഞാവാചകങ്ങളാണ്. അത് പ്രസന്റ് ടെൻസിൽ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇതന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയിട്ട് അത് എഴുതാം. ഉദാഹരണമായിട്ട് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒന്ന് പറയാം. ഞാൻ ഇപ്പോഴുള്ളതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. അതായത് മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് ലഭിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. എനിക്ക് എൻ്റെ കഴിവുകളിൽ വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കരുണയോടെയും ആദരവോടെയും സമീപിക്കുന്നു. ഞാൻ എൻ്റെ ഗുണങ്ങളും അപാകതകളെയും സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് ഇല്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ നോ പറയാൻ, എനിക്കില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു, അതിനെ ഞാൻ മാനിക്കുന്നു. ഞാൻ എപ്പോഴും വളരുന്ന ഒരു യാത്രയിലാണ്, പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാൻ എപ്പോഴും. ഞാൻ സ്നേഹത്തിനും സന്തോഷത്തിനും അർഹയാണ്. ഞാൻ എനിക്ക് ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ്. എന്നിങ്ങനെ നിങ്ങൾക്ക് യോജിക്കുന്ന 10 അഫർമേഷൻ ഉണ്ടാക്കി അത് എഴുതുക, പറയുക. ഇത് ഒരു ദിവസം പറഞ്ഞാൽ പോരാ, അത് സ്ഥിരമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് ലവ് വർദ്ധിക്കാൻ അത് വളരെയധികം സഹായിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ, കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും. താങ്ക് യു.